അപ്പത്തേക്ക് തലയ്ക്ക് കാല് പാടിയില്ല, വടി കുത്തി പിന്നെ നടക്കണേ. അത് പയ്യ ആന ശരിയാക്കി കൊലവിളിയെ വിളിച്ച് ആന കൂവിക്കൊണ്ടാണ് ആനക്ക് തിരിഞ്ഞു കുത്തണ. ഈ നിലവിളികൾ എന്നവസാനിക്കും? ഒരു ഉത്തരവുമില്ല ആർക്കും. ജീവന് വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടം അണപൊട്ടുമ്പോൾ നിസ്സംഗരായി നിൽക്കുകയാണോ ഭരണകൂടം? എനിക്ക് എന്തെങ്കിലും സങ്കടം പറഞ്ഞാലും ഞാനില്ല. എത്രയെത്ര മനുഷ്യരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഇല്ലാതായത്? കഴിഞ്ഞ മാസം ദിവസങ്ങളുടെ ഇടവേളയിൽ വയനാട്ടിൽ അജീഷും പോളും. കാട്ടാനയുടെ വെറിയിൽ ഈ മനുഷ്യർ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പെട്ടപ്പോൾ കേരളമാകെ വിറങ്ങലിച്ചു പോയത് നമ്മൾ കണ്ടു. അന്ന് വയനാട്ടിലെ ജനങ്ങൾ ഒന്നാകെ തെരുവിലിറങ്ങി. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരൂ എന്ന് സർക്കാരിനോട് അവർ മുറവിളി കൂട്ടി. മൃതദേഹവുമായി നടു റോഡിൽ വരെ അവർക്ക് പ്രതിഷേധിക്കേണ്ടി വന്നു. ജനരോഷമാളിയപ്പോൾ വനമന്ത്രി വയനാട്ടിലേക്കെത്താൻ ഭയന്നു. ദിവസങ്ങൾ വൈകിയാണ് ഒരു മന്ത്രിതല സംഘം അത്താണികളെ നഷ്ടപ്പെട്ട് തകർന്ന ആ കുടുംബങ്ങളിലേക്ക് എത്തിയത്. വയനാട്ടിലെ കൃഷിക്കാരുടെ കൃഷിഭൂമിയില് ഒരു കാട്ടുമൃഗം ഇറങ്ങാൻ പാടില്ല. ഒരാൾക്ക് ഇത് സംഭവിച്ചാൽ ഒന്നിനും ഞങ്ങൾ വിടൂല. ഒരു ആന കൊണ്ട് ആ കുഴിയിൽ കൊണ്ടിട്ട് അതിനെ എടുക്കുന്നുണ്ടല്ലോ, അതിനെ എടുത്ത് അതിനെ സുഖം പ്രാപിച്ചോ എന്ന് അറിയാണ്ട് ആർക്ക് സമാധാനം ഇല്ലല്ലോ. ഒരു മനുഷ്യനൊരു മൃഗത്തിന്റെ വില പോലും ഇല്ലേ? ഇപ്പൊ ആ അജിഷേട്ടന്റെ കൊച്ചവിടെ കിടന്ന് കരഞ്ഞു വരില്ല, എന്റെ പപ്പേനെ പോലെ വേറെ ഒരാൾക്കും ഇനി ഗതി വരരുതെന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചേ? ആ കൊച്ചിന്റെ ആ അച്ഛനെ പോലെ തന്നെ ഗതി വരാണ്ടിരുന്നു. ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ആ ഗതി വന്നില്ലേ എനിക്ക്? അജീഷിന്റെയും പോളിന്റെയും മക്കൾ പറഞ്ഞത് ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. ഇനി ആർക്കും ഈ ഗതി വരരുതേ എന്ന വാക്കുകൾ പോലും നമ്മുടെ നാട്ടിൽ പഴകി ദ്രവിച്ചിരിക്കുന്നു. വയനാട്ടിൽ എന്ത് സംഭവിച്ചുവോ അതുതന്നെ ഇടുക്കിയിലും ആവർത്തിക്കപ്പെട്ടു. ദിവസങ്ങളുടെ മാത്രം അകലത്തിൽ ആനക്കലി പിച്ചു ചീന്തിയത് 2 മനുഷ്യജീവനുകളെ. ആദ്യം മണി എന്ന സുരേഷ് കുമാർ. തൊഴിലാളികളുമായി ഓട്ടോയിൽ പോയ സുരേഷ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു. ഓട്ടോ ഇടിച്ചുമറിച്ച ആന സുരേഷിനെ 3 തവണയാണ് എടുത്തെറിഞ്ഞത്. யானை மேலேருந்து கிளானிக்கு வரையில் ரிவர்ஸ் வரையில் வேகமாக வந்து அப்படியே துமிச்சங்கைட்டு ஒரே அமுக்கிருச்சு. அமுக்கிட்டு இங்கிட்டு சாய்ச்ச உடனே அந்த அண்ணன் கீழே விழுந்துருச்சு. நாங்கள் வண்டிக்குள்ளேயே இருந்தோம். எங்கள் வீட்டுக்காரர் அந்த 2வது அமுக்கையில் அந்த குறுக்க கம்பியோடு விழுந்துட்டார். அந்த அண்ணன் கீழே விழுந்த உடனே யானை அப்படியே தூக்கி எரிஞ்சிருச்சு. அந்த அண்ணனை 3 தடவை தூக்கி எரிஞ்சிச்சு. நாங்கள் அந்த வண்டிக்குள்ளேயே தான் இருந்தோம்.
അലമുറിയിട്ട് കരയുന്ന ഈ മനുഷ്യരോട് എന്തു മറുപടിയാണ് നമ്മൾ പറയുക? ഓരോ മരണത്തിന് പിന്നാലെയും പ്രതിഷേധങ്ങളും ചർച്ചകളും നടക്കും. സഹികെട്ട് മനമടുത്ത് മനുഷ്യർ പിൻവാങ്ങും. വീണ്ടും മലയോരത്തെ മനുഷ്യരുടെ ചങ്ക് പറിച്ചെടുക്കുകയാണ് കാട്ടാനകൾ. ഒടുവിലായി കാട്ടുകൊമ്പൻ കൊമ്പിൽ കൊരുത്തത് ഇന്ദിര എന്ന പാവം വയോധികയെ. കോതമംഗലത്തെ കാഞ്ഞിരവേലിക്കാർ ഇന്നത്തെ പകൽ മറക്കില്ല. കൂവ വിളവെടുത്തുകൊണ്ടിരുന്ന ഭർത്താവിന് ആഹാരവുമായി എത്തിയതാണ് 72കാരി ഇന്ദിരാമയും അയൽവാസി സൂസമ്മയും. പെട്ടെന്നാണ് അവർക്കടുക്കലേക്ക് കാട്ടാന പാഞ്ഞെത്തിയത്. ഭയന്നോടിയ സൂസമ്മ എങ്ങനെയോ വീട്ടിലേക്കെത്തി. ആന അയില് കയറിയിട്ട് അങ്ങോട്ട് വന്ന ആന തിരിച്ചിറങ്ങി വന്ന ഇന്ദിരമ്മ. അപ്പത്തെ ഞാൻ പാലക്കര കയറി, തോടിനിക്കര കയറി. അമ്മ ഇങ്ങോട്ട് പോന്നോ? ഞാൻ ഇങ്ങോട്ട് ഇവൻ വിളിച്ചു, എന്റെ മോൻ വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി പോന്നു. അപ്പത്തേക്ക് ആന അയില കയറി. അപ്പത്തേക്ക് ആ തലയ്ക്ക് കാല് പാടിയില്ല, വടി കുത്തിപ്പിട്ടതാണ്. അത് ഭയം വന്നത്തേക്ക് ആന ശരിയാക്കി. കൊലവിളി വിളിച്ച ആന കൂവിക്കൊണ്ടാണ് ആനക്ക് തിരിഞ്ഞു കുത്തണ. ചായ ഇവിടെ തന്നിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നതാ. ആടിന് വെള്ളം കൊടുക്കാന്ന് പറഞ്ഞ് പോയി. ആടിന് വെള്ളം കൊടുത്തിട്ട് തിരിച്ച് വരുമ്പോഴാണ് സംഭവം. ആന വരുന്നത് കണ്ടില്ല. കിടക്കുന്നില്ലവൻ്റെ അവിടെ കാണാൻ പറ്റുന്നവരല്ല തരം. ഇപ്പം ആളുടെ അടുത്ത് വരുമ്പോൾ ആനനെ കാണാൻ പറ്റില്ല. അതുപോലെ സ്ഥലമാണ്. അവിടുത്തെ എല്ലാവരും വിളിച്ചു പറഞ്ഞപ്പോൾ ഇത് ഓടാൻ പറഞ്ഞ് ഓടി ആ താഴത്തേക്ക് ഇറങ്ങി. അവിടെ തന്നെ അന്നേരം ആനയും പുറം എത്തി. അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി. പാറയിലേക്ക് ചേർത്ത് വെച്ച് ഇന്ദിരയെ കുത്തുന്ന കൊമ്പൻ. ബഹളം കേട്ട് ഓടിയെത്തി നാട്ടുകാർ. ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു ഇന്ദിര. കല്ലും വടിയും ഉപയോഗിച്ച് ആനയെ തുരത്താൻ നാട്ടുകാർ നന്നേ പണിപ്പെട്ടു. എങ്ങനെയൊക്കെയോ ഇന്ദിരാമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ മരണത്തെ തടയാൻ ആർക്കുമായില്ല. ആ യാത്രയിൽ തന്നെ ഇന്ദിരാമയുടെ ചലനമറ്റു. പിന്നെ കോതമംഗലം കണ്ടത് ഒരു നാടാകെ തെരുവിലേക്ക് ഇറങ്ങുന്നതാണ്. കോൺഗ്രസ് നേതാക്കളായ മാത്യു കുഴൽനാടന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും നേതൃത്വത്തിൽ ആദ്യം പ്രതിഷേധ മാർച്ച്. വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാക്കിയ ശേഷം മതി ഇന്ദിരയുടെ പോസ്റ്റ്മോർട്ടമെന്ന് കുടുംബവും നാട്ടുകാരും നിലപാടെടുത്തു. മന്ത്രി നേരിട്ടെത്തി ഉറപ്പു നൽകണമെന്നും ആവശ്യം. അതേസമയം എൻക്വസ്റ്റ് നടത്താനായി മൃതദേഹം പിടിച്ചെടുക്കാൻ പോലീസ് മുതിർന്നു. ഇത് വലിയ സംഘർഷത്തിലേക്കാണ് നയിച്ചത്. ഇന്ദിരയുടെ ബന്ധുക്കളെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. SFIയേക്കാളും ഭ്രാന്ത് പിടിച്ച ഒരു സർക്കാരാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. SFIയേക്കാൾ ഭ്രാന്ത് പിടിച്ച ഒരു സർക്കാരും ഒരു പാർട്ടിയും ഭരിക്കുന്നതിന്റെ ഫലമാണ് കണ്ടത്. ഞാൻ ഈ പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നതിന് 2 മിനിറ്റ് മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഈ സർക്കാരിന്റെ ധിക്കാരം, ഈ സർക്കാരിന്റെ ധാർഷ്ട്യം, ഈ സർക്കാരിന്റെ അഹങ്കാരം, CPM എന്ന പാർട്ടിയുടെ ഈഗോ. ഇവിടുത്തെ MLA ആന്റണി ജോൺ കളക്ടർ ഇത് സംസാരിക്കുന്നതിന് വേണ്ടി ആസ്പത്രി വരെ വന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇവിടെ പന്തലിൽ വന്ന് സംസാരിക്കാന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അതൊരു വലിയ റിലീഫായിരിക്കും, ആളുകൾക്ക് വലിയൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിരിക്കും. അന്നേരം അദ്ദേഹം പറഞ്ഞു ഞാൻ പന്തലിൽ വരുന്ന അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറഞ്ഞു. ഞാനത് അംഗീകരിച്ചു.
എങ്കിൽ നമുക്ക് PWD റെസ്റ്റ് ഹൗസിലിരുന്ന് ചർച്ച ചെയ്ത് ഞാൻ മന്ത്രിയായി സംസാരിച്ചിരുന്നു. മന്ത്രി ഏതാനും കാര്യങ്ങളിൽ തീരുമാനം പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് ഔദ്യോഗികമായി കളക്ടറുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ് തീരുമാനമാക്കിയതിനു ശേഷം ബോഡി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. കളക്ടറെ സമ്മതിച്ചാണ്. എന്നാൽ അത് സമ്മതിക്കേണ്ട, ഈ ബോഡി വിട്ടുകൊടുത്തതിന് ശേഷം മാത്രം ചർച്ച ചെയ്താൽ മതി എന്ന് കളക്ടറോട് പറഞ്ഞത് ആരാണ് എന്ന് കളക്ടർ പറയട്ടെ. ഒടുവിൽ കടുത്ത നടപടിയിലൂടെ പോലീസ് മൃതദേഹം സൂക്ഷിച്ച ഫ്രീസർ പിടിച്ചെടുത്തു. റോഡിലൂടെ വലിച്ച് ആംബുലൻസിൽ കയറ്റി. മൃതദേഹം വയ്ക്കാനായി സമരക്കാർ കെട്ടിയ പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. മൃതദേഹത്തെ അപമാനിച്ച പോലീസ് മാപ്പ് പറയണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കയ്യൊക്കെ പിടിച്ച് വച്ചപ്പോഴേക്ക് ഭയങ്കര വേദന. കയ്യൊക്കെ ഞാനിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവരിവിടെ പിടിച്ച് പോയിട്ട് ഞാൻ ഇങ്ങനെ പോയിങ്ങനെ കൊണ്ടുപോകല്ലേ എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുകയാണ്. അന്നേരം അവരെൻ്റെ കയ്യെ പിടിച്ച് വലിച്ച് കയ്യിലുണ്ട് ഭയങ്കര വേദന. ഒരാൾ അവിടുന്ന് കയ്യിൽ എന്നോട് വെച്ചിരിക്കുന്ന അമ്മയ്ക്ക് ജനങ്ങളുടെ വിഷയമാണ്. ഒരു ബോഡിയെ ഞങ്ങൾ ഒരു ബോഡി എടുത്ത് പ്രൊസഷൻ നടത്തുമ്പോൾ പോലീസ് നടത്തി നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? അതല്ല വിഷയം. നിങ്ങൾ ആ ബോഡിയെ അവമാനിച്ചു. നിങ്ങൾ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ പ്രൊസഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ന്യൂസ് എടുത്താൽ നിങ്ങൾ ആരും വന്നിട്ടില്ല. നിങ്ങൾ ആരവിടെ ഉണ്ടായിരുന്നത്? പൊതുവഴിയിൽ ബോഡി അപമാനിച്ചത് നിങ്ങൾ എവിടെയാണ് ജീവന് സുരക്ഷ കൊടുക്കണം? എവിടെയായി
ഇതുവരെ കാര്യമായ ഒരു ഉറപ്പും ജനങ്ങൾക്ക് നൽകാത്ത വനമന്ത്രി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഈ സമരമൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് എന്നാണ് മന്ത്രിയുടെ വാദം. അവിടെ ഈ സംഭവം ഉണ്ടായി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും എറണാകുളം ജില്ലയിൽ നിന്നുള്ള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും എന്നെ വിളിക്കുകയും ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കോതമംഗലം MLA ആന്റണി ജോൺ ആ സമയം മുതൽ ഇപ്പോഴും സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. എന്നാൽ ഒരു MPയും മറ്റൊരു MLAയും ഇതുപോലെ പെരുമാറിയതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. മലയോര ജനതയുടെ ജീവിതത്തിലെ നിത്യസംഭവങ്ങളായി മാറുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണവും പൊലിയുന്ന ജീവനും സമരവേലിയേറ്റങ്ങളും. കേരളത്തിന്റെ കാർഷിക മേഖല പിടിച്ചു നിർത്തുന്നത് ഈ മനുഷ്യരാണ്. പതിറ്റാണ്ടുകളായി പൊരുതി തന്നെയാണ് ഈ മനുഷ്യർ ഇതുവരെ എത്തിയത്. പക്ഷേ മാറുന്ന കാലാവസ്ഥയും മാറുന്ന പ്രകൃതിയും പണ്ടത്തേതിനേക്കാൾ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു അവരുടെ ജീവിതം. വനത്തെ എങ്ങനെ നല്ല വനമായി തന്നെ സംരക്ഷിക്കാം? മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാം. ആവശ്യം വേണ്ടിയിടങ്ങളിൽ ട്രെഞ്ചുകൾ തീർത്തും സോളാർ വേലിയിട്ടുമൊക്കെ വലിയ അളവിൽ പ്രശ്നപരിഹാരം സാധ്യമാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അയൽ സംസ്ഥാനമായി തമിഴ്നാട് ഇക്കാര്യം ഏറെ മാതൃകാപരമായ രീതിയിൽ പ്രാവർത്തികമാക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവിടെ നടപ്പിലാകണം. അതിന് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ പഠിച്ച് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും സംവിധാനവും നമുക്ക് വേണം. ഈ നാട് ആവശ്യപ്പെടുന്നത് അതാണ്.